ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. എല്ലാവർക്കും ടെക് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താ വെച്ചാൽ ഹാർഡ് ഡിസ്ക് എന്താണ്, ഹാർഡ് ഡിസ്കിൻ്റെ ജനറേഷൻസ് അതൊക്കെയാണ്, ഏത് തരം ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. സോ എല്ലാവർക്കും ഹാർഡ് ഡിസ്ക് എന്താണെന്ന് അറിയാം. ഹാർഡ് ഡിസ്ക് ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഹാർഡ് ഡിസ്ക്. സോ അതൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ മെമ്മറി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ പോയാലും അതിലുള്ള ഡാറ്റാസ് ഒന്നും പോവില്ല. നേരെ മറിച്ച് വോളറ്റൈൽ മെമ്മറി ആകുമ്പോൾ അതിൽ പവർ കട്ടായി കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റാസും പോകും. അതാണ് ഹാർഡ് ഡിസ്ക് എന്താണുള്ളത്. ഇനി ഹാർഡ് ഡിസ്കിൻ്റെ ജനറേഷൻസിലേക്ക് പോകാം. ആദ്യമായിട്ട് ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു 1956 സെപ്റ്റംബർ 13 IBM ആണ് ആദ്യമായിട്ട് ഒരു ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ചത്. ആദ്യത്തെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് പറയുമ്പോൾ ഒരു 3.7 MB ആയിരുന്നു. 3.7 MB പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ അന്നത്തെ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ്. പക്ഷെ ആ ഹാർഡ് ഡിസ്ക് വലുപ്പം ഉണ്ടായിരുന്നു. ഒരു ചെറിയ റൂമിൻ്റെ അത്ര ഉണ്ടായിരുന്നു ആ ഹാർഡ് ഡിസ്ക്. എനിക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് ഹാർഡ് ഡിസ്ക്. നമുക്ക് ആ റൂമിൻ്റെ സൈസിൻ്റെ അത്രയുണ്ട്. അതപ്പോൾ കൊമേഴ്ഷ്യലി ആൾക്കാർക്ക് അവൈലബിൾ അല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസും പിന്നെ ഹെവി കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റി വെച്ചൊരു മിഡ് 90s ആകുമ്പോഴാണ് ഒറിജിനലായിട്ട് ഇതേപോലെ നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ ഹാർഡ് ഡിസ്ക് ഇപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് എപ്പോഴാണ് വന്നു വെച്ചാൽ 1990s ഒരു ആകുമ്പോഴാണ് വന്നത്. ഇത് കൊമേഴ്ഷ്യലായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു. സോ ഇനി നമുക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് ഇൻഡെപ്ത് ആയി പോകും. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഇതിനെ തുറന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെയിനായിട്ട് 2 സാധനങ്ങൾ കാണും. ഒരു ഡിസ്ക് പോലെ ഒരു സാധനം കാണും, പിന്നെ ഒരു ഹെഡർ പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. ആ ഡിസ്കിൻ്റെ പേരാണ് നമ്മൾ പ്ലാറ്റർ എന്ന് പറയുക. ആ ഹെഡറാണ് അതിൽ ഡിസ്കിൽ ഡാറ്റ റീഡോ റൈറ്റോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് എങ്ങനെ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ സ്പിന്നിങ്ങിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് നമുക്ക് അറിയുക. പറഞ്ഞാൽ RPM. ഒരു ഹാർഡ് ഡിസ്കിന് മിനിമം ഒരു 5200 തൊട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വരുന്ന ഒരു 7000 വരെ നമുക്ക് എത്തും. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ ഡാറ്റ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. ഇനി നമുക്ക് ഈ ഹാർഡ് ഡിസ്കിനെ സ്ലോവറായി പിന്നെ പോകെ നമ്മുടെ ഫയൽ സൈസ് ഒക്കെ കൂടി വരുമ്പോൾ നമ്മുടെ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് സ്ലോവറായി വരാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മളൊരു SSDക്ക് നമുക്ക് മാറിയത്. ഇനി SSD ഇതാണ് നിങ്ങൾ SSDയും ഹാർഡ് ഡിസ്കും തമ്മിലൊരു കാണാൻ പറ്റും. ഇവിടെ ആ SSD ഹാർഡ് ഡിസ്കിനേക്കാളും സൈസ് കുറവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതായത് സൈസ് കുറവാണ്, വെയിറ്റും കുറവാണ്, എല്ലാം കുറവാണ്. നമുക്ക് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ജനറേഷൻ പറയുമ്പോൾ എങ്ങനെ സൈസ് കോമ്പാക്ട് ചെയ്ത് വരുന്നു എന്നാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് കോമ്പാക്റ്റ് ആയി. ഇനി ഹാർഡ് ഡിസ്ക് SSD എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ USB തമ്പ് ഡ്രൈവ്സ്, ഫ്ലാഷ് മെമ്മറീസിലൊക്കെ ഇതാണ് നമ്മുടെ സാധാരണ കൺവെൻഷണൽ ഒരു തമ്പ് ഡ്രൈവ്. അതിന് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിലൊരു ചിപ്പ് കാണും, നമുക്ക് ഒരു ബ്ലാക്ക് കളർ. അതിനെ നമ്മൾ NAND ചിപ്പിനാണ് പറയുക. അതിലായിരുന്നു ഡാറ്റാസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചിപ്പിനെ എടുത്തിട്ട് നമ്മൾ SSDയിൽ എംബെഡ് ചെയ്യുക. അത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ SSD ഫോട്ടോ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ബ്ലാക്ക് കളർ ചിപ്സ് കാണാൻ പറ്റും. ചിപ്സ് അല്ല, ചിപ്പ് കാണാൻ പറ്റും. ആ ചിപ്പ് നിങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ NAND എന്നാണ് അതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ NAND ചിപ്പാണ് നമുക്ക് ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത്. ഈ കുറേ അധികം ചിപ്പ് വേണം. ഇത് ഒരു 500 GB SSD ആണ്. അപ്പോൾ 500 GB സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും NAND വേണം, എന്നാലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മുടെ മാക്സിമം USB തമ്പ് ഡ്രൈവ്സിൽ പറഞ്ഞാൽ 64 GB 128 GB. അപ്പോൾ 128 ഇത് ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 500 GB നമുക്ക് ഹാർഡ് ഡിസ്ക് SSDയിൽ സ്റ്റോർ ചെയ്യാൻ കിട്ടും. പിന്നെ ഈ SSDയും ഹാർഡ് ഡിസ്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പോർട്ടൊക്കെ സെയിം ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സാറ്റാ പോർട്ട് ഉണ്ടാവും, ഒരു പവർ പോർട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് അതാണ് ഹാർഡ് ഡിസ്ക്. ഒരു സാറ്റാ പോർട്ട് ഉണ്ടാവും, ഒരു പവർ പോർട്ട് ഉണ്ടാവും. സോ ഇനിയും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പ്രോ ടിപ്പിൽ കിടക്കാം. പ്രോ ടിപ്പ് എന്താ വെച്ചാൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒരു പഴയ സിസ്റ്റം ഉണ്ട് വെച്ചോ. അതുപോലെ ഇങ്ങനത്തെ സാധാരണ കൺവെൻഷണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് SSDക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് അപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രോ ടിപ്പ്. ഇനി നമുക്ക് ബാക്ക് ടു ടോപ്പിക്ക് വരാം. SSDയും ഹാർഡ് ഡിസ്കും. ഈ SSDയിലും ഹാർഡ് ഡിസ്കിലും നമ്മൾ ഒരു സാറ്റ കേബിൾ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സാറ്റ കേബിളിൽ കൂടെ ട്രാൻസ്ഫറിന് സ്പീഡ് പറഞ്ഞാൽ ഒരു 500 to 600 Mbps ആണ് രണ്ടിലും. ഹാർഡ് ഡിസ്ക് എന്താ സ്ലോ ആകാൻ കാരണം വെച്ചാൽ അതിൽ മെക്കാനിക്കൽ പാർട്സ് ആണ്. ഞാൻ പറഞ്ഞു അതിൽ RPM, ആ റൗണ്ട് പെർ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 7200 RPM കറങ്ങണ വെച്ചോ ആ പ്ലാറ്റർ. അപ്പോൾ നമുക്കൊരു 100 Mbps സ്പീഡ് നമുക്ക് അതിൽ കിട്ടുള്ളൂ മാക്സിമം പോയിക്കുന്നത്. ഇനി അതിന് RPM ഒരുപാട് ചൂടായി ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ഹീറ്റിംഗ് ഇഷ്യൂസ് വരും. അത് കാരണം അങ്ങനെ അത്രയും കയറാൻ പറ്റാത്തതാണ് SSDക്ക് വന്നത്. SSDയിൽ മൂവിങ് പാർട്സേ ഇല്ല. അത് കാരണം നമുക്ക് എന്താ ചെയ്യുക വെച്ചാൽ മാക്സിമം ആ പറഞ്ഞ സ്പീഡ് നമുക്ക് എന്തായാലും അവൈലബിൾ ആണ്.
ഇനി ഇതിനെക്കുറിച്ചൊരു ഫേക്ക് ന്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് SSD വാങ്ങുന്നവർക്കൊക്കെ കുറേ അധികം ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് ടോട്ടലി കൺഫ്യൂഷനാണ്. ഈ ബ്രാൻഡ് എടുക്കണം. ഓരോ ബ്രാൻഡ് ഓരോ സ്പീഡാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഒരു ഫേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു SSD എടുത്താലും ഈ സാറ്റ കേബിൾ ആയിരിക്കും അതിൽ കണക്ട് ചെയ്യേണ്ടത്, എന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സാറ്റ കേബിൾ ഞാൻ പറഞ്ഞു 500-600 ഉള്ളൂ. ഇനി സാറ്റ കേബിളും ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, ആകെ ഒറ്റൊരു സാറ്റ കേബിളുള്ളൂ. അതാണ് ഈ 500-600 MB ട്രാൻസ്ഫർ സ്പീഡ്. അപ്പോൾ നിങ്ങൾ ഏത് മാർക്കറ്റിൽ SSD മേടിച്ചാലും നിങ്ങൾ അതിൽ പോയി ചാടി വീഴേണ്ട, അതിൻ്റെ സ്പീഡ് കൂടാൻ വേണ്ടി വീഴാൻ പറ്റില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള ട്രൂത്ത്. ഇനി നമുക്ക് അടുത്ത ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ട് ഒരു ചിപ്പിക്ക് പോകാം. അതിനാണ് നമ്മൾ പറയുന്നത് M.2. M.2 നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണാൻ പറ്റും. ഈ M.2 നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സൈസ് ചെറുതായി വരുന്നുണ്ട്. ഇതിൽ സൈസ് ഒന്നും കൂടി ചെറുതായി, ഒരു വിരലിൻ്റെ തമ്പ് ഡ്രൈവിനേക്കാളും കുറച്ച് നീളമുള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇതിൽ എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു മദർ ബോർഡാണ്. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് അതിനൊരു സ്ലോട്ടായിട്ട് ഉണ്ട്. നമ്മൾ ഗ്രാഫിക്സ് കാർഡും ഇതൊക്കെ വെക്കുന്നതിൽ അതിൽ സ്ലോട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലഗ് ചെയ്താൽ മതി M.2. ഇനി M.2 വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. M.2 രണ്ട് തരമുണ്ട്. M.2 ഇവിടെ സാറ്റയും കണ്ട് M.2 PC ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ടിന് ഫോട്ടോ ആണ്. ഇത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വെച്ചാൽ അതിൽ 2 U ഉണ്ട്. ആ M.2 PC ഒരു UA ഉണ്ടാവുള്ളൂ. ആ പിന്നിൻ്റെ കോൺഫിഗറേഷനിലാണ് നമുക്കൊരു വ്യത്യാസം നമുക്ക് അതിൽ അറിയപ്പെടുന്നത്. അതാണ് M.2 സാറ്റയും M.2 PC. ഇനി ഇതിൽ രണ്ട് മെയിനായിട്ട് PC ആയിരിക്കും ഫാസ്റ്റർ. അവന് PC ആണ് സ്പീഡ് കൂടുതൽ, ബിക്കോസ് അതിൽ സാറ്റ അല്ല യൂസ് ചെയ്യുന്നത്. PC പറഞ്ഞ ഒരു സ്ലോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് പിന്നിൻ്റെ എണ്ണം അവിടെ കൂടുതലും ഇവിടെ കുറവും. അപ്പോൾ ഇനി NVMeയും HCIനെയും പറ്റി നമുക്ക് പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ M.2 സാറ്റ ഒരു ഇൻ്റർഫേസാണ് HCI, M.2 PCI പറയുന്ന ഒരു ഇൻ്റർഫേസാണ് NVMe. NVMe പറയുന്ന ഫുൾ ഫോം എന്താ വെച്ചാൽ നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസ്. നേരെ മറിച്ച് HCI പറഞ്ഞാൽ അഡ്വാൻസ് ഹോസ്റ്റ് കൺട്രോൾ ഇൻ്റർഫേസ് ആണ് അതിൽ പറയുന്നത്. ഈ അഡ്വാൻസ് ഹോസ്റ്റ് കൺട്രോൾ ഇൻ്റർഫേസും നോൺ വോളറ്റൈൽ മെമ്മറി എക്സ്പ്രസും തമ്മിലൊരു ഡിഫറൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ NVMe നമുക്ക് 6500 കമാൻഡോസും 6500 സ്ലേവ്സും ഉണ്ട്. നേരെ മറിച്ച് HCIയിൽ വരുമ്പോൾ ഒരു കമാൻഡ് 32 സ്ലേവ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൽ എന്താ സ്ലേവ് എന്താ കമാൻഡോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിക്വസ്റ്റ് ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യാൻ കൊടുത്തു വെച്ചു. അപ്പോൾ ആ ഫോട്ടോ ഓപ്പൺ ചെയ്യുന്ന റിക്വസ്റ്റ് ഒരു കമാൻഡോ നേരെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ നാനോ സെക്കൻഡ്സിലായിരിക്കും നടക്കുക. ഒരു ഫോട്ടോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചോ, ഡെസ്ക്ടോപ്പിൽ എവിടെയായാലും വെച്ചോ. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ക്ലിക്ക് ചെയ്തു വെച്ചോ, ഫോട്ടോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോൻ്റെ റിക്വസ്റ്റാണ് ഒരു കമാൻഡോ കൊണ്ടുപോകുക. എന്നിട്ട് അത് 32 സ്ലേവ്സിൻ്റെ അടുത്ത് പറയും ഈ ഫോട്ടോ എവിടുന്ന് ഉള്ളത് വെച്ചാൽ അത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു HCIയിൽ ഞാൻ പറഞ്ഞത്. ഇനി NVMeയിലേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് അതിൽ 6500 കമാൻഡോസും 6500 സ്ലേവ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ ഒരു കമാൻഡ് പോയിട്ട് ഒരു കമാൻഡ് എടുത്ത് പറഞ്ഞാൽ 6500 കമാൻഡോസും ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോട്ടോ വേഗം തപ്പിയെടുക്കാൻ പറ്റും. അതാണ് സ്പീഡിൽ മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞു സാറ്റ കേബിൾ. M.2ൽ സാറ്റേനെ കുറിച്ച് പറഞ്ഞത്. M.2 സാറ്റ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയും 500-600 MB വരുള്ളൂ. എന്താ വെച്ചാൽ മദർ ബോർഡിലാണ് ആ സാറ്റ കേബിൾ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ഒരേ സ്പീഡുള്ള സാറ്റേന, അതിൽ എക്സ്ട്രാ ഇതൊന്നുമില്ല. നേരെ മറിച്ച് പിന്നെ കൂടി M.2 PCIയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഡാറ്റ. ഫാസ്റ്റർ ആകുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്ററാണ്. അവന് ഇതിൽ വരുന്നത് 3-6 GB/s ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ആകെ ഒരു 600 MB. അപ്പോൾ നമുക്ക് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോറി, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. എന്താ വെച്ചാൽ നമ്മുടെ SSD വില കൂടുതലാണ്, ഹാർഡ് ഡിസ്കിനെ അപേക്ഷിച്ചിട്ട് വില കൂടുതലാണ്. M.2 അതിനേക്കാളും വില കൂടുതലാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് SSDന് ഹാർഡ് ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഒരു SSHD പറഞ്ഞൊരു ഹൈബ്രിഡ് ഡ്രൈവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ SSHDൻ്റെ ഫുൾ ഫോം എന്താ വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഹൈബ്രിഡ് ഡ്രൈവ്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണാൻ പറ്റും ഒരു സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ ഒപ്പം. നിങ്ങൾക്ക് ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇൻസൈഡിൽ പോയി കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ മെക്കാനിക്കൽ പാർട്സ് ഉണ്ട്, SSDൻ്റെ ചിപ്പ് പാർട്ടും ഉണ്ട്. അപ്പോൾ അതിനും കൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് ഡ്രൈവ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹൈബ്രിഡ് ഡ്രൈവ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലൊരു മെയിനായിട്ടൊരു ചിപ്പ് ഉണ്ട്. അത് നമ്മൾ ബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യുന്ന ആപ്സോ പ്രോഗ്രാംസോ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ SSDയിലായിരിക്കും. നമ്മുടെ ഫയൽസ്, വലിയ വലിയ ഫയൽസ്, ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യാത്ത ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഹൈബ്രിഡ് ഡ്രൈവ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ SSDയും ഹാർഡ് ഡിസ്കിനെക്കാട്ടിലും പ്രൈസിലും മിഡിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് വെച്ചാൽ ഹാർഡ് ഡിസ്കിന് അപ്ഗ്രേഡ് ചെയ്ത് SSHDക്ക് നിങ്ങൾക്ക് പോവാം, അത്രയും പൈസ ചിലവാക്കാണ്ട് വേണമെങ്കിൽ. സോ അതാണ് ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.